അപ്പം ഒരു കവിത ചൊല്ലിയപ്പം അടുത്തൊരു കവിതയും കൂടെ ചൊല്ലാൻ ഞാനിത് എഴുതി വെച്ചിരുന്നേ കേട്ടോ. ഇതൊക്കെ ഞാൻ എപ്പോഴോ എനിക്ക് തോന്നിയ സമയത്ത് ഒറ്റയ്ക്കൊക്കെ ഇരുന്നപ്പം നമ്മൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമല്ലോ. അപ്പം നമുക്കിങ്ങനെ വിഷമങ്ങളും ഒക്കെ വരുമ്പം നമുക്കിങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ പേപ്പർ കിട്ടുമ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും, കുത്തി വരയ്ക്കും. അപ്പം ഞാനിങ്ങനെ എഴുതിയ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാനായി, ഇതാണ് എൻ്റെ കവിതയുടെ ഹെഡിങ് കേട്ടോ. ഈണമൊന്നുമില്ല എങ്കിലും ഞാൻ എൻ്റെ കവിത ചൊല്ലാം. ഇതൊക്കെ നേരത്തെ എഴുതി വെച്ചിരുന്ന കേട്ടോ. കുറേ പേപ്പറുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കളഞ്ഞ് ഇപ്പം ഞാൻ തപ്പിപ്പിടിച്ചപ്പോൾ 2 കിട്ടിയതാണ്. ഒരെണ്ണം ഞാൻ മുമ്പേ പാടിയ എൻ്റെ ജന്മനാട് കെസിയായിക്ക് വേണ്ടി എഴുതിയത്. ഇത് വേറൊരെണ്ണമാണ്. ഇത് ഞാൻ എഴുതി വെച്ചിരുന്നതാണ്, എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാനായി എന്നും പറഞ്ഞ് അതിന് ഹെഡിങ് കൊടുത്തേക്കുന്നത്. ഈണമൊന്നുമില്ല, ക്ഷമിക്കണം. അപ്പം ഞാൻ അതിൻ്റെ വരികൾ ഒന്ന് പാടാം കേട്ടോ. പാടാം എന്നല്ല, ഒന്ന് ഇതാക്കാം, വായിക്കാം. എൻ്റെ ജീവനും ജീവിതവും എൻ്റെ പ്രാണനും പ്രണയവും എന്നും ഓർമ്മയിൽ, ഇന്നും എന്നും എപ്പോഴും കേൾക്കാനായി കാണാനായി കൊതിക്കുന്ന എൻ്റെ ഓർമ്മകൾ, നല്ല ഓർമ്മകൾ, ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകൾ, എൻ്റെ ബാല്യം, കൗമാരം, യൗവനം നിറഞ്ഞു നിന്നിരുന്ന എൻ്റെ നല്ല നിറമുള്ള ഓർമ്മകൾ, എന്നും ഓർക്കാൻ കൊതിക്കുന്ന ഓർമ്മകൾ, ജന്മം തന്ന മാതാവും മണ്ണിൻ്റെ മണം നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ മാത്രം ഓർമ്മകൾ, കൂട്ടുകാരുമായി ഓടിക്കളിച്ചതും പിച്ചിയും മാന്തിയും തല്ലിട്ടതും ഓർത്ത് ഇന്നും ചിരിതൂകിപ്പോകുന്നു ഞാൻ. ലേബർ ഇന്ത്യയിൽ ഒളിപ്പിച്ച് കഥപുസ്തകം വായിച്ചതും രാജുവിൻ്റെയും രാധയുടെയും മായാവിയുടെയും കഥയിൽ കുടുകിടെ ചിരിപ്പിച്ച ഡാകിനി അമ്മൂമ്മയും ചിരികേട്ട് അമ്മ വന്നതറിയാതെ വീണ്ടും കണ്ണടച്ച് ചിരിച്ചപ്പോൾ തലക്കിട്ടടിയും പുറത്ത് പത്തലും വീണപ്പോൾ എഴുന്നേറ്റോടിയതും ഓർത്ത് ഇന്നും ചിരിക്കുന്നു ഞാൻ. മാമ്പഴക്കാലമാകുമ്പോൾ മാവിൻ ചുവട്ടിലുള്ള ഉലാത്തലും പുളിയും പേരയ്ക്കയും എല്ലാം രാവിലെ പോയി പലരുടെയും പറമ്പിൽ നിന്നെടുത്ത് തിന്നുന്നതും എല്ലാം ഓർക്കുന്നു ഞാൻ. തുണിയുടെ ഭണ്ഡാരവുമായി രാവിലെ പുഴയിലേക്ക് കൂട്ടുകാരുമായി ഓടിയും നടന്നും പോകുമ്പോൾ തല തല്ലിച്ചിരിച്ചും തമാശകൾ പറഞ്ഞും സമയത്തിൻ്റെ ഗതിയോടുമ്പോൾ തിരികെ വീട്ടിലെത്തിയത് പള്ളിക്കൂടത്തിലെത്താൻ താമസിക്കുന്നതും ഓർക്കുന്നു ഞാൻ. ഓണക്കാലമാകുമ്പോൾ ഊഞ്ഞാലിട്ടതും അതിൽ ചില്ലാട്ടമാടിയതും അത്തപ്പൂക്കളം ഉണ്ടാക്കാനായി രാവിലെ തന്നെ അരിഞ്ഞു കൂട്ടിവെച്ച പൂക്കളും ഇലകളും, വല്ലവൻ്റെ വീടിൻ്റെ പറമ്പിലുള്ള ചെടികളും ഇലകളും ഒക്കെയായിട്ടുള്ള അത്തപ്പൂക്കളം. ആ അത്തപ്പൂക്കളം കണ്ടാൽ മാവേലി പോലും ഓടിപ്പോകും. എങ്കിലും സന്തോഷത്തോടെ ഇന്നും അതിനായി രാവിലെ എണീക്കുന്നതും ഇന്നും ഓർക്കുന്നു ഞാൻ. പണ്ടൊക്കെ സർക്കസിൻ്റെ കൂടാരവും സൈക്കിൾ യജ്ഞക്കാരുടെ ഡാൻസും തമാശയും ഒക്കെയായി ലേലം വെക്കാനായി കോഴിയെ കൊണ്ടുപോയി വിൽക്കുന്നതും ഇടയ്ക്ക് കൊറിക്കാനായി ഉപ്പേരിയും കീശയിലിട്ട് കൂട്ടുകാരുമായി തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് നടന്നതൊക്കെയും ഇന്നും ഓർക്കുന്നു ഞാൻ. ദേശാടനത്തിനായി വരുന്ന ആളുകളും പണ്ട് ആട്ടുകല്ലും അരകല്ലും വിൽക്കാനായി വരുന്നവരും മുഖം നോക്കി പറയുന്നവരും കൈ നോക്കി പറയുന്നവരും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രവും മൺപാത്രവും തലയിൽ കെട്ടിച്ചുമന്ന് വന്നിരുന്നവരും പാടത്തിൽ നെല്ല് വിളയുമ്പോൾ അവിടെ കറ്റ കെട്ടിയതും മെതിച്ചതും നെല്ല് വാറ്റിയതും ചെറിയ മണ്ണെണ്ണ വിളക്കിൻ്റെയും ചിമ്മിനി വിളക്കിൻ്റെയും വെട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പാടത്തിൻ നടുക്കുള്ള കളത്തിലെ വീട് നെല്ല് നിറയ്ക്കുന്നതും ചുമട് കൊണ്ടുപോകുന്നതും പുഴയിൽ ചാടി മറിഞ്ഞതും എല്ലാം ഓർക്കുന്നു. ഇടവഴികളും തണൽ മരങ്ങളും എല്ലാം ഓർമ്മയിൽ എന്നും ഇന്നും നിറഞ്ഞു നിൽക്കുന്നു.
അങ്ങനെയുണ്ട്.